ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമത്വം ഉണ്ടാകട്ടെ. ഇന്ന് പ്രഭാത ദൈവജനവുമായി സംസാരിക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ പ്രേരണ എന്ന ദൈവത്തിൻ്റെ വചനം സംഖ്യാപുസ്തകം 27-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം. സെലോഫഹാദിൻ്റെ പുത്രിമാർ പറയുന്നത് ശരി തന്നെ. അവരുടെ അപ്പൻ്റെ സഹോദരന്മാരുടെ ഇടയിൽ അവർക്കൊരവകാശം കൊടുക്കണം. അവരുടെ അപ്പൻ്റെ അവകാശം അവർക്ക് കൊടുക്കണം. ഇസ്രായേൽ മക്കൾക്ക് ദേശം അവകാശമാക്കി കൊടുക്കുവാനുള്ള സമയമൊക്കെ അടുത്തപ്പോൾ അവകാശത്തെക്കുറിച്ച് ആ കാലഘട്ടം വരെ ഇസ്രായേൽ ജനത്തിൻ്റെ ഇടയിലുണ്ടായിരുന്ന ഒരു കീഴ്വഴക്കം പുത്രിമാർക്ക് അല്ല, പുത്രന്മാർക്കാണ് അപ്പൻ്റെ അവകാശം ലഭിക്കുന്നത്. അപ്പോൾ അപ്പന് പെൺകുട്ടികൾ മാത്രമേ ഉള്ളൂ എങ്കിൽ അപ്പൻ്റെ അവകാശം ആ പെൺമക്കൾക്ക് വന്നു ചേരുന്നില്ല. അങ്ങനെ ഒരു കീഴ്വഴക്കം ആ കാലഘട്ടം വരെ നിലനിന്നിരുന്നു. ഇത് മനസ്സിലാക്കിയ സെലോഫഹാദിൻ്റെ 5 പുത്രിമാർ അവര് മോശയുടെ അടുക്കൽ വന്ന് തങ്ങളുടെ അവകാശത്തെക്കുറിച്ച് ഒരു ചോദ്യം ചോദിക്കുക. ഞങ്ങളുടെ അപ്പന് ഞങ്ങൾ 5 പുത്രിമാരാണ് ഉള്ളത്, പക്ഷേ ഞങ്ങൾക്ക് നിങ്ങൾ അവകാശം കനാൻ ദേശത്തിൽ വിഭജിച്ചു കൊടുക്കുമ്പോൾ ഞങ്ങൾക്ക് അവകാശം ലഭിക്കാതെ ഞങ്ങളുടെ അവകാശം ഞങ്ങളുടെ അപ്പൻ്റെ സഹോദരനോ സഹോദരപുത്രന്മാർക്കോ പോകും. അതുകൊണ്ട് ഞങ്ങൾക്കൊരവകാശം വേണം, ഞങ്ങളുടെ അപ്പൻ്റെ പേര് നിലനിർത്തണം എന്നുള്ള ഒരു വാക്ക് മോശയുടെ മുമ്പിൽ കൊണ്ടുവെക്കുകയും മോശ ദൈവത്തിൻ്റെ അടുക്കൽ അവരുടെ വിഷയം അവതരിപ്പിച്ച് ദൈവം മോശയോട് പറയുന്ന ഒരു ഉത്തരമാണ് അവരുടെ ചോദ്യം അല്ലെങ്കിൽ അവരുടെ ആവശ്യം ശരിയാണെന്നും അതുകൊണ്ട് അപ്പൻ്റെ അവകാശം ആ പെൺകുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം എന്നും അവിടെ ഒരു തീർപ്പ് കൽപ്പിക്കുക. എന്ന് വെച്ചാൽ ഇന്നലകളിൽ നിലനിന്നിരുന്ന ഒരു കീഴ്വഴക്കം ഇല്ലെങ്കിൽ ഒരു നിയമം മാറി ഒരു പുതിയ നിയമം ഇതു നിമിത്തമായി എഴുതപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട്. അവിടെ നമ്മൾ വായിക്കുന്നത് അതിന് 11-ാമത്തെ വാക്യത്തിൽ യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ ഇസ്രായേൽ മക്കൾക്ക് ന്യായപ്രമാണമായിരിക്കണം. എന്ന് വെച്ചാൽ അതൊരു നിയമമായി എഴുതപ്പെട്ടു എന്നുള്ളതാണ്. പെൺകുഞ്ഞുങ്ങൾക്ക് അല്ലെ പെൺമക്കൾക്ക് ഹല്ലേലൂയ സ്തോത്രം, ജനത്തിൻ്റെ ഇടയിൽ അവർക്ക് വേറെ സഹോദരന്മാരില്ല എങ്കിൽ അല്ലെങ്കിൽ ഒരപ്പന് പെൺകുട്ടികൾ മാത്രമേ ഉള്ളൂ എങ്കിൽ ആ അപ്പൻ്റെ സ്വത്ത് ആ പെൺകുഞ്ഞുങ്ങൾക്ക് അപ്പൻ്റെ പേര് നിലനിർത്തുവാൻ ഓഹരി കൊടുക്കണം എന്നുള്ളൊരു നിയമം വരിക. ദൈവമക്കളെ, ഇന്ന് പ്രഭാതത്തിൽ എനിക്ക് ജനവുമായി സംസാരിക്കുവാൻ എൻ്റെ ഹൃദയത്തിൽ തന്ന പ്രേരണ എന്നുള്ളത് ദൈവം പ്രൈസ് ദി ലോർഡ് തന്നോട് ചോദിക്കുന്ന തൻ്റെ അടുക്കിലേക്ക് അടുത്തു വരുന്ന ജനത്തിനു വേണ്ടി നിയമങ്ങൾ മാറ്റി എഴുതുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. നിലവിലുള്ള നിയമങ്ങൾ മാറ്റി നിനക്ക് വേണ്ടി ഒരു അനുഗ്രഹം തരാൻ എഴുതുന്ന ദൈവത്തെക്കുറിച്ചാണ് ഈ പകൽക്കാലം ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്. എസ്തേറിന്റെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം. ആദാർ മാസമായ 12-ാം മാസം 13-ാം തീയതി തന്നെ സകല യഹൂദന്മാരെയും ആബാലവൃദ്ധം കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും കൂടെ നശിപ്പിച്ച് കൊന്നുമുടിക്കുകയും അവരുടെ വസ്തുവക കൊള്ളയിടുകയും ചെയ്യണമെന്ന് രാജാവിൻ്റെ സകല സംസ്ഥാനങ്ങളിലേക്ക് അഞ്ചൽക്കാർ വശം എഴുത്ത് അയച്ചു. ഇത് എസ്തേറിന്റെ പുസ്തകത്തിൽ ഹാമാൻ എന്ന് പറയുന്ന ഒരു ദുഷ്ടനായ മനുഷ്യൻ യഹൂദ ജനത്തെ മുഴുവൻ മുടിച്ചു കളയുവാൻ അഹശ്വേരോശ് എന്ന് പറയുന്ന ഒരു രാജാവിൻ്റെ പ്രീതി സമ്പാദിച്ച് അവനോട് അവൻ്റെ ആഗ്രഹം പറഞ്ഞ് അത് യഹൂദ ജനത്തെ കൊന്നുമുടിക്കണം എന്നുള്ള ഒരു നിയമം ഉണ്ടാക്കുക. അപ്പം നീ ഒരു യഹൂദനാണോ, നീ താമസിക്കുന്ന സ്ഥലത്തെ ഉള്ള ആളുകളെല്ലാം കൂടെ വന്ന് നിന്നെ കൊന്ന്, നിന്റെ കുഞ്ഞുങ്ങളെ കൊന്ന്, നിന്റെ അപ്പനെ അമ്മയെ എല്ലാം കൊന്ന് നിന്റെ വസ്തുവകൾ കൊള്ളയിട്ടാൽ നിനക്ക് നിയമപരമായി അല്ലെങ്കിൽ ഒരു
എതിർക്കുവാൻ കഴിയാത്ത രീതിയിൽ ഒരു നിയമം പ്രസിദ്ധമാക്കി. യഹൂദനെ കൊന്നാൽ, അവന്റെ വസ്തുവകകൾ കൊള്ളയിട്ടാൽ അതൊരു കുഴപ്പവുമില്ല എന്ന് പറഞ്ഞപ്പോൾ ആളുകൾ അവരെ കൂട്ടം കൂടി യഹൂദന്മാരെ കൊള്ളയിടുവാനും നശിപ്പിക്കുവാനും തയ്യാറെടുത്തിരിക്കുക. അതിൻ്റെ ദിവസവും എഴുതിയിട്ടുണ്ട്. ആധാർ മാസമായ 12-ാം മാസം 13-ാം തീയതി. നോക്കണം, ഇത് കേട്ടപ്പോൾ എസ്തേറും മൊർദെഖായിയും യഹൂദജനം ഉപവസിക്കുന്നു. ഉപവാസത്തിന് ശേഷം നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ച് നമുക്കറിയാം. ഇനി 8-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം, ഈ മാറ്റിക്കൂടാത്ത നിയമം, ഒരുത്തൻ യഹൂദനാണ്, അവനെ കൊന്നാൽ ഒരു കുറ്റവുമില്ല, അവനെ കൊല്ലാം. അങ്ങനൊരു നിയമം പ്രസിദ്ധമായിരിക്കുമ്പോൾ തന്നെ ഇതാ മറ്റൊരു നിയമം കൂടെ അതേ രാജാവിൻ്റെ മുദ്രമോതിരം കൊണ്ട് ഒപ്പിട്ട ഒരു നിയമം പുറത്തു വരികയാണ്. അതത് പട്ടണത്തിലെ യഹൂദന്മാർ ഒന്നിച്ചുകൂടി തങ്ങളുടെ ജീവരക്ഷയ്ക്ക് വേണ്ടി പൊരുതി നിൽക്കുവാനും തങ്ങളെ ഉപദ്രവിക്കുവാൻ വരുന്ന ജാതികളുടെയും സംസ്ഥാനത്തിൻ്റെയും സകല സൈന്യത്തെയും കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും നശിപ്പിച്ച് കൊന്നുമുടിക്കുവാനും അവരുടെ സമ്പത്ത് കൊള്ളയിടുവാനും യഹൂദന്മാർക്ക് അധികാരം കൊടുത്തു. അപ്പോൾ നോക്കണം, തങ്ങളെ ഉപദ്രവിക്കുവാൻ വേണ്ടി ഒരു സൈന്യം വന്നാൽ, അല്ലെങ്കിൽ ഒരു സംസ്ഥാനം വന്നാൽ, വ്യക്തികൾ വന്നാൽ അവരെ തിരിച്ചെതിർക്കുവാൻ യഹൂദന്മാർക്ക് അധികാരം കൊടുക്കുന്നൊരു നിയമവും പ്രസിദ്ധമായി. നോക്കണം, യഹൂദനാണെ കൊന്നുകളയാൻ ഹാമാന്റെ പ്രീതിയിൽപ്പെട്ട് ഇത് അഹശ്വേരോശ രാജാവ് ഒരു നിയമം ഉണ്ടാക്കി. എന്നാൽ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ മറ്റൊരു നിയമം കൂടെ വരികയാണ്. തങ്ങളെ ഉപദ്രവിക്കാൻ വന്നവനെ തിരിച്ച് ഉപദ്രവിക്കുവാനും കൊല്ലുവാനും, അങ്ങനെ കൊന്നാൽ യഹൂദന് കുറ്റമില്ല എന്ന് പറയുന്ന മറ്റൊരു നിയമം. നിങ്ങൾ ചിന്തിച്ച് നോക്കിയ ദൈവമക്കളെ, സ്തോത്രം. പ്രാർത്ഥിക്കുന്നവന് വേണ്ടി, ഹല്ലേലൂയ, സ്തോത്രം, ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇടിവിൽ നിൽക്കുന്നവന് വേണ്ടി, പ്രൈസ് ദി ലോർഡ്, ദൈവത്തോട് ചോദിക്കുന്നതിന് വേണ്ടി നിയമങ്ങൾ മാറ്റി എഴുതിപ്പിക്കുന്ന ഒരു കർത്താവിനെ കുറിച്ചാണ് ഈ പകൽക്കാലം പറയുന്നത്. അതുകൊണ്ട് ജനം ഈ പകൽക്കാലം തിരിച്ചറിയേണ്ട ഒരു മേഖല, നമ്മുടെ ദൈവത്തിൻ്റെ മുമ്പിൽ നിയമങ്ങൾ ഒന്നുമല്ല. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ഈ നിയമമുണ്ട്, ഈ വിഷയമുണ്ട്, ഈ നിയമം കൊണ്ട് എനിക്ക് ഇനിയും ഒരു സാധ്യതയില്ല, നിയമം കൊണ്ട് വഴികളടച്ചു, ഹല്ലേലൂയ, സ്തോത്രം, എന്നെ എൻ്റെ കുഞ്ഞിനെയും കുന്നുമുടിക്കുവാൻ ഹാമാൻ ഉണ്ടാക്കി, ഇനി എന്നാ ചെയ്യുക? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സെലോഫഹാദിൻ്റെ പുത്രിമാർ, ഇങ്ങനൊരു നിയമമുണ്ട്, ഞങ്ങളുടെ അപ്പൻ്റെ അവകാശം മറ്റൊരാൾക്ക് പോകും, ഇനി എന്നാ ചെയ്യുക? അങ്ങനെയല്ല. ദൈവത്തിൻ്റെ മുമ്പിൽ നീ കാര്യങ്ങളെ കൊണ്ടുവച്ച് പറയുമ്പോൾ ദൈവം നിനക്ക് വേണ്ടി നിയമങ്ങൾ മാറ്റി എഴുതി നിന്നെ സഹായിക്കുമെന്ന് ഇന്ന് പകൽക്കാലം ഈ വചനങ്ങളെ വെച്ച് ഞാൻ പ്രബോധിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ദൈവമക്കളെ, ഞാൻ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നിയമങ്ങളെ നമുക്ക് അനുകൂലമാക്കി, പ്രൈസ് ദി ലോർഡ്, പുതിയ നിയമങ്ങളെ എഴുതി നമ്മൾക്ക് വേണ്ടി അനുഗ്രഹം തരുന്ന ഒരു കർത്താവിനെയാ ഈ പകൽക്കാലം ഞാൻ ഉയർത്തുവാൻ ആഗ്രഹിക്കുന്നത്. നോക്ക് ദൈവമക്കളെ, സ്തോത്രം, ഹല്ലേലൂയ. ഹാമാന്റെ ഇഷ്ടത്തിന് അനുസൃതമായി ചാഞ്ചാടുന്ന ഒരു അഹശ്വേരോശ് രാജാവിനെ കാണുന്നത്. പക്ഷേ ഹാമാൻ വിചാരിച്ചു, എൻ്റെ ഇഷ്ടത്തിന് എല്ലാ കാര്യവും നടന്നു. നിയമവും എഴുതി, അഞ്ചൽക്കാർ വശം ആ നിയമം പ്രസിദ്ധമാക്കി. ഹല്ലേലൂയ. 127 സംസ്ഥാനങ്ങളും ആ നിയമം എത്തി. അപ്പോൾ ഹാമാൻ ഓർത്ത് എല്ലാം തീർന്നു, ഇനി യഹൂദനില്ല, ഇനി യഹൂദന്റെ കുഞ്ഞില്ല, യഹൂദന്റെ ഭാര്യയില്ല, ഹല്ലേലൂയ, ചൂടം മുടിച്ചു എന്ന് വിചാരിച്ചു. പക്ഷേ അതേ നിയമത്തെ അസാധുവാക്കുന്ന മറ്റൊരു നിയമം ആരെഴുതിയോ അവരെ കൊണ്ട് തന്നെ എഴുതിപ്പിച്ച് പുറത്തു കൊണ്ടുവരുവാൻ കഴിവുള്ള ഒരു ദൈവത്തെക്കുറിച്ചാണ് ഞാൻ കേട്ടത്. അതുകൊണ്ട് ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇനി അടുത്ത ഒരു ലെവലില്ല, എല്ലാം അടഞ്ഞു എന്ന് വിചാരിക്കുന്ന ഏതെങ്കിലും ഒരാൾ ഈ വചനം കേൾക്കുന്നുവെങ്കിൽ നിങ്ങളോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് പറയാനുള്ളത്, ഹല്ലേലൂയ, കീഴ്വഴക്കങ്ങളെ മാറ്റുന്ന, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, നിയമങ്ങളെ മാറ്റുന്ന, പുതിയ നിയമങ്ങൾ എഴുതുന്ന, പ്രൈസ് ദി ലോർഡ്, നിന്നെ തകർക്കുവാൻ വേണ്ടി വന്ന നിയമത്തിന് ഹല്ലേലൂയ വിരുദ്ധമായി പുതിയ നിയമങ്ങൾ കൊണ്ടുവന്ന് നിന്നെ രക്ഷിക്കുന്ന നിയമങ്ങളെ കൊണ്ടുവന്ന് ദൈവം സഹായിക്കുന്നുവെന്നത് ഈ പ്രഭാതം അറിഞ്ഞ് കർത്താവിന് നമുക്ക് മഹത്വം കൊടുക്കാം. പരിശുദ്ധനായ പിതാവേ, നിത്യനായ കർത്താവേ, അങ്ങയുടെ ജനത്തിനു വേണ്ടി അടിയൻ പ്രാർത്ഥിക്കുന്നപ്പ. അതെ, നിയമം കൊണ്ട്, ഹല്ലേലൂയ, സ്തോത്രം, വാക്കുകൾ കൊണ്ട്
ഞങ്ങളെ ചൂട് മുടിച്ചു കളയുവാൻ പ്രൈസ് ഞങ്ങളുടെ അവകാശത്തെ, ഞങ്ങളുടെ അനുഗ്രഹത്തെ, ഞങ്ങളുടെ നന്മയെ മുഴുവൻ ചോർത്തിക്കൊണ്ടുപോകാൻ ആരെങ്കിലുമൊക്കെ ശ്രമിക്കുന്നുവെങ്കിൽ സ്വർഗത്തിലെ ദൈവമേ ഹല്ലേലൂയ, ഞങ്ങൾക്ക് വേണ്ടി പുതിയ നിയമം എഴുതി, ഹല്ലേലൂയ സ്തോത്രം, പുതിയ അനുഗ്രഹങ്ങളെ തന്ന് ഞങ്ങളെ ആദരിക്കുന്നൊരു ദൈവമെന്ന് ഞങ്ങൾ കേട്ടു കർത്താവേ. ആ വചനം വെച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണം. മഹത്വം അങ്ങയ്ക്ക്. യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ പ്രാർത്ഥന ദയവായി സ്വർഗീയ നല്ല പിതാവേ. ആമേൻ. ഹാവ് എ ബ്ലെസ്സഡ് ഡേ. ഗോഡ് ബ്ലെസ് യു.